എൻ്റെ സെൽഫ് ലവ് ജേർണി ഒരു സ്പായിലിരുന്നിട്ടോ യോഗ ക്ലാസ്സിൽ പോയിട്ടോ ഒന്നും തുടങ്ങിയതല്ല. ഒറ്റയ്ക്ക് ആരും കാണുകയും കേൾക്കുകയും ചെയ്യാണ്ടിരിക്കാൻ ബാത്റൂമിൽ ശ്വാസം അടക്കി പിടിച്ച് കരയുന്നതിൽ നിന്ന് തുടങ്ങിയതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ബോഡി ഷേമിംഗ് തമാശകൾ, എന്തുണ്ടായാലും മിണ്ടാണ്ട് സഹിക്കൽ, സ്നേഹം കിട്ടണമെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം എന്നൊക്കെയാണ് കേട്ട് പഠിച്ചത്. ട്രോമ, ഗിൽറ്റ്, ഫിയർ ഇതെല്ലാം കലക്കി കുടിച്ചുള്ളൊരു ലൈഫ്. എന്ത് പ്രശ്നം ഉണ്ടായാലും ഒക്കെ ഉള്ളിൽ ഒതുക്കി ചിരിച്ചു കാട്ടുന്നതാണ് ശക്തി എന്നാണ് വിചാരിച്ചത് ഞാൻ. വാട്ട് എവർ ഹാപ്പൻഡ്, ഐ ജസ്റ്റ് കെപ്റ്റ് ഷോയിങ് അപ്പ്, സ്മൈലിംഗ്, ഹെൽപ്പിംഗ് ആൻഡ് സെർവിങ്. ഐ തോട്ട് ഐ വിൽ മാറ്റർ ഇഫ് ഐ കെപ്റ്റ് എവ്രിബഡി ഹാപ്പി. പിന്നെയാണ് ആ ടേണിംഗ് പോയിന്റ് വന്നത്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ആദ്യമായിട്ട് ലൈഫിൽ ഞാൻ ചെയ്യാത്തൊരു കാര്യം ചെയ്തു. ഐ ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്. അന്ന് വരെ എന്തിനും ഏതിനും എൻ്റെ കാര്യങ്ങൾ മറന്ന് ഞാൻ കൂടെ നിന്നവരോട്. രണ്ടാമതൊന്ന് ചിന്തിക്ക വരെ ചെയ്യേണ്ടവരെന്നോട് പറഞ്ഞു, നീ ഓവറാക്കണ്ട, ദീനീബോധം ഇല്ലാത്തതുകൊണ്ടാണ്, ഇതൊക്കെ ആലോചിക്കാണ്ടിരുന്നാൽ പോരെ എന്ന്. എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടിയിരുന്ന ടൈമിൽ ഐ വാസ് ലെഫ്റ്റ് അലോൺ. അതെന്നെ ബ്രേക്ക് ചെയ്തു. പക്ഷേ അതെനിക്കൊരു വേക്കപ്പ് കോൾ കൂടിയായിരുന്നു. അന്നൊരു കാര്യം മനസ്സിലായി, എന്ത് ചെയ്താലും എത്ര ചെയ്താലും ഒന്നും മതിയാവില്ല. നമ്മളെക്കൊണ്ട് ഉപകാരമില്ല എന്ന് കാണുന്ന നിമിഷം നമുക്ക് വാല്യൂ ഇല്ലാണ്ടാവും, നമ്മളൊരു ബേർഡനാവും. അന്നാണ് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഉണ്ടാകണം എന്ന് പഠിച്ചത്. സ്വയം മറന്ന് ജീവിച്ചാൽ മറ്റുള്ളവരും നമുക്ക് വില കൽപ്പിക്കില്ല. അവിടെയാണ് എൻ്റെ സെൽഫ് ലവ് ജേർണി തുടങ്ങിയത്. പുറത്ത് നന്നായി നിൽക്കാൻ വേണ്ടിയിട്ടല്ല, ഉള്ളിൽ ഞാൻ പോലും ഇഗ്നോർ ചെയ്ത ആ പെൺകുട്ടിയെ സ്നേഹിക്കാൻ. ഹൗ ടു ലവ് യുവർ സെൽഫ് എന്ന് അഡ്വൈസ് ചെയ്യുന്ന ഒരുപാട് ചാനൽസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയാണ് എന്ന് പലപ്പോഴും കാണാറില്ല. പെയിൻഫുള്ളാണ്, ഒറ്റപ്പെടും. പക്ഷേ അതുവരെ ഇല്ലാത്തൊരു കാര്യം നേടും, ഫ്രീഡം ടു ബി യുവർ സെൽഫ്. എൻ്റെ സ്റ്റോറിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഫെമിലിയറായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്ക് അനുഭവിക്കണം എന്നുമില്ല. സൊല്യൂഷൻ ഇസ് ഓൾവേസ് ദെയർ. എവിടെ നോക്കണം എന്ന് മനസ്സിലാക്കിയാൽ മതി. ജോയിൻ മീ ആൻഡ് ലെറ്റ്സ് റീറൈറ്റ് ആൻഡ് റീബിൽഡ് ലവ് ടുഗെദർ. നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. ജോയിൻ മീ ആൻഡ് ലെറ്റ്സ് ലേൺ ടു ലിവ്, നോട്ട് സർവൈവ്.